ശ്രീ മുരുകനും വള്ളിയും തമ്മിലുള്ള പ്രണയകഥ അറിയാമോ? വള്ളി മലൈ എന്ന പർവ്വതത്തിന് താഴെയുള്ള ഒരു ഗ്രാമത്തിൽ നമ്പി എന്നൊരു വേട്ടക്കാരൻ താമസിച്ചിരുന്നു. അവന്റെ കുട്ടികളെല്ലാം ആൺകുട്ടികളായിരുന്നു. അവൻ ഒരു കൊച്ചു പെൺകുട്ടിയെ കൊതിച്ചു. പർവ്വതച്ചെരുവിൽ ശിവമുനി എന്നൊരു സന്യാസിയുടെ മായാശക്തി കാരണം ഒരു പെൺമാൻ ഗർഭം ധരിക്കുകയും പെൺമാൻ കാട്ടിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. നമ്പി രാജൻ ആ വഴിയെ പോകുമ്പോൾ വള്ളിച്ചെടികൾക്ക് ഇടയിൽ നിന്നും കിട്ടിയ കുഞ്ഞിനെ വള്ളി എന്ന് പേരിട്ട് സ്വന്തം കുഞ്ഞായി വളർത്തി. വള്ളിക്ക് കൗമാരപ്രായം ആയപ്പോൾ പക്ഷികളിൽ നിന്നും വിള സംരക്ഷിക്കാനും അവളെ തിനപ്പാടത്തേക്ക് അയച്ചു. വിവാഹപ്രായം ആയപ്പോൾ വേടന്മാരുടെ കുല ദൈവമായ മുരുകനെ വിവാഹം കഴിക്കണം എന്ന് മനസ്സാൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ സമയം അതുവഴി പോയ നാരദ മഹർഷി സുന്ദരിയായ വള്ളിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വള്ളിയെ പറ്റി മുരുകനോട് വർണ്ണിക്കുകയും വള്ളിക്ക് മുരുകനോടുള്ള ആരാധനയെക്കുറിച്ച് പറഞ്ഞു. മുരുകൻ ഒരു വേട്ടക്കാരന്റെ രൂപം സ്വീകരിച്ചു വള്ളിയുടെ വയലിൽ എത്തി അവളെ തന്റെ ഭാര്യ ആക്കുവാൻ ഉള്ള ആഗ്രഹം പറഞ്ഞു. എന്നാൽ മുരുകനെ മനസ്സാൽ വരിച്ചിരുന്ന വള്ളി അതിന് സമ്മതിച്ചില്ല. ആ സമയം നമ്പി രാജൻ അവിടെ എത്തിയപ്പോൾ മുരുകൻ ഒരു മരമായി